നിങ്ങൾ എത്തിക്കൽ ഹാക്കിങ്ങിൽ ബിഗിനർ ആണോ എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ടത് ഒരു ഹാക്കർ ലാബാണ്. ഈ ഹാക്കർ ലാബ് സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറേ എററും കൺഫ്യൂഷനും വരും ആസ് എ ബിഗിനർ. പക്ഷെ പേടിക്കേണ്ട, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ എറർ എല്ലാം തിരുത്തും. എങ്ങനെ കലി ലിനക്സ് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിന് വേണ്ടത് വിർച്വൽ ബോക്സ് ആണ്. നമ്മൾ വിർച്വൽ ബോക്സിലാണ് ഹാക്കിംഗ് ഓയസ് ആയ കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ വിർച്വൽ ബോക്സ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഒറാക്കിൾ വിർച്വൽ ബോക്സിലേക്ക് പോവുക. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാം, അത് അമർത്തുക. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. വിൻഡോസ് ഹോസ്റ്റ് അല്ലെങ്കിൽ മാക്ക്, ലിനക്സ് ഡിസ്ട്രോ. നിങ്ങളുടെ സിസ്റ്റം കറൻ്റ് ഇപ്പോൾ ഏത് OS റൺ ചെയ്യണേ, അതായത് വിൻഡോസ് ആണോ, മാക്ക് ആണോ, ലിനക്സ് ആണോ. എൻ്റെ ഇപ്പോൾ ഹോസ്റ്റ് വിൻഡോസ് ആണ്, അതുകൊണ്ട് ഞാൻ വിൻഡോസ് ക്ലിക്ക് ചെയ്യണം. വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മീൻ വൈൽ നമുക്ക് കലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് കലി ലിനക്സിൻ്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. ഇവിടെ കുറേ വെർഷൻസ് കാണാം. നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട വിർച്വൽ മെഷീൻസ് ആണ്, ഇൻസ്റ്റാളർ ഇമേജസ് അല്ല. ഇൻസ്റ്റാളർ ഇമേജസ് .iso ഫയൽ കുറച്ച് പണിയുണ്ട്. മാനുവലായിട്ട് കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ബിഗിനേഴ്സിനല്ലേ, അപ്പോൾ നമുക്ക് വിർച്വൽ മെഷീൻസ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റ് .ov ആണ്. അത് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഇവിടെ കുറച്ച് വെർഷൻസ് കാണാം. നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് വിർച്വൽ ബോക്സ് ആണ്, VMware അല്ല, പ്രിവ്യൂ അല്ല, വിർച്വൽ ബോക്സ് ആണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. 3.3 GB സംതിങ് ഉണ്ട്. വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ ബോക്സിൻ്റെ സെറ്റപ്പിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വെറുതെ നെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അത്ര തന്നെ. ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ രജിസ്റ്റർ ഫയൽ അസോസിയേഷൻ കണ്ടില്ലേ, അവിടെ എന്തായാലും ടിക്കായിട്ട് കൊടുക്കണം. ഡിഫോൾട്ടായിട്ട് ടിക്കാണ്. ഇനി നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ ഒന്നുമില്ല. ഇപ്പോൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാളായി. ഇതെൻ്റെ മുമ്പത്തെ വിർച്വൽ മെഷീൻസ് ആണ്. അതായത് കലിയും പിന്നെ വിൻഡോസൊക്കെ. നിങ്ങൾ ഫ്രഷ്ലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇനി ഡൗൺലോഡായ കലി ലിനക്സിൻ്റെ അവിടേക്ക് പോവുക. എന്നിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലൊരു 13 GB സംതിങ് ഉണ്ടാവും. എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഞാൻ മുന്നേ കലി ആഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ബൂട്ടായത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ വരിക. നിങ്ങൾ വിർച്വൽ ബോക്സിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്ങിൽ കുറച്ച് പരിപാടി ചെയ്യാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കലി ലിനക്സ് സ്ലോ ആവും. ഇവിടെ ജനറലി ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മദർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം കാണാം. അവിടെ നമ്മുടെ റാം സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ റാം 16 GB ആണ് ടോട്ടൽ. അപ്പോൾ ഞാൻ 4 GB കൊടുത്തു. നിങ്ങൾക്ക് ഇനി 8 GB റാം ആണെങ്കിൽ 2 GB റാം കൊടുത്താൽ മതി. ഇവിടെ താഴെ വീഡിയോ മെമ്മറിയിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡായി ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കൊടുത്തോ, അല്ലെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് ലീവ് ചെയ്തോ. ഇനി അടുത്തത് മദർ ബോർഡിൻ്റെ അപ്പുറത്ത് പ്രോസസ്സർ ഉണ്ട്. എനിക്കിപ്പോൾ 12 കോർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 4 കോർ കൊടുത്തു. ഇനി നിങ്ങൾക്ക് 8 കോർ ആണെങ്കിൽ 2 കോർ കൊടുത്താൽ മതി. നെക്സ്റ്റ് നെറ്റ്വർക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫോൾട്ടായുള്ള ബ്രിഡ്ജ് അഡാപ്റ്റർ മാറ്റിയിട്ട് നാറ്റ് നെറ്റ്വർക്ക് ഇടുക. എന്നാലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് നെറ്റ്വർക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് ഞാൻ കലി ലിനക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഈ സ്റ്റേജിൽ എനിക്ക് എറർ വന്നില്ല. നിങ്ങൾക്കൊരു എറർ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. എറർ ഏകദേശം ഇങ്ങനൊരു പേരാവുക, ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും എറർ ആവുക. പക്ഷെ പേടിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് എറർ തിരുത്താമെന്നുള്ളൂ. വിർച്വൽ ബോക്സിൻ്റെ ഫയൽ ലൊക്കേഷനിൽ പോയിട്ട് ഡ്രൈവേഴ്സിൻ്റെ ഫോൾഡറിലേക്ക് പോവുക. എന്നിട്ട് VBOS SUPക്ക് പോവുക. എന്നിട്ട് ഇവിടെ ഈ ഫയലിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇനി ഒരു കാര്യം ചെയ്യണം, CMD സെർച്ച് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണം. ഇനി ഇവിടെ CMDയിൽ SE സ്റ്റാർട്ട് VBOX അപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഇനി നേരത്തെ പോലെ നമ്മുടെ കലി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡിഫോൾട്ട് യൂസർ നെയിമും പാസ്വേഡും കലി തന്നെയാണ്, KALI. അത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് Ctrl+C അമർത്തിയാൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. റെസൊല്യൂഷനൊക്കെ കറക്റ്റാക്കി സെറ്റാക്കാം. റൈറ്റ് Ctrl+C. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. sudo apt update and sudo apt upgrade. അപ്ഡേറ്റ് ചെയ്യണ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കലി ലിനക്സ് സെറ്റായി. ബോണസ് ടൈം ഗൈസ്. ഹാക്കിങ് പഠിക്കാൻ ഈ 2 സൈറ്റിൽ കയറി നോക്കാം. ട്രൈ ഹാക്ക് മീ ആൻഡ് ഹാക്ക് ദ ബോക്സ്. ഇതിൽ ഫ്രീ വെർഷൻ ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം എൻ്റെ ഫുൾ കൺട്രോളിലായിരിക്കും. എങ്ങനെയാണെന്നല്ലേ, ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം.